ഒരു മനുഷ്യൻ സാധാരണ പോലെ നടക്കുകയാണ്. പെട്ടെന്ന് നെഞ്ചിന്റെ നടുവിൽ ഭാരം കയറ്റി വെച്ചതുപോലെ ഒരു വേദന. കൈയിലേക്കും താടിയിലേക്കും പടരുന്ന അസ്വസ്ഥത, തണുത്ത വിയർപ്പ്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്. പുറത്ത് ഒന്നും കാണാനില്ല. പക്ഷേ ശരീരത്തിനുള്ളിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ സെക്കൻഡും ആയിരക്കണക്കിന് ഹൃദയകോശങ്ങൾ ഓക്സിജൻ കിട്ടാതെ മരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ഹൃദയം ഒരു പമ്പാണ്. ഇതൊരു ദിവസം ഏകദേശം 1,00,000 തവണ ഇടിക്കുന്നു. പ്രതിദിനം ഏകദേശം 7,000 മുതൽ 8,000 വരെ ലിറ്റർ രക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്നു. എന്നാൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഹൃദയം ശരീരത്തിലേക്ക് രക്തം അയക്കുന്നുവെങ്കിലും ഹൃദയത്തിനും സ്വന്തം രക്തവിതരണം വേണം. അത് നൽകുന്നത് കൊറോണറി ആർട്ടറികൾ ആണ്. ഈ ചെറിയ രക്തക്കുഴലുകൾ ഹൃദയപേശികൾക്ക് ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുന്നു. ഹൃദയാഘാതം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല. വർഷങ്ങളോളം രക്തത്തിൽ സഞ്ചരിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ, കൊഴുപ്പ്, കോശാവശിഷ്ടങ്ങൾ എന്നിവ ആർട്ടറിയുടെ ഭിത്തിയിൽ അടിഞ്ഞുകൂടുന്നു. ഇത് പ്ലാക്ക് എന്ന പാളി രൂപപ്പെടുത്തുന്നു. കാലക്രമേണ ആർട്ടറി ഇടുങ്ങുന്നു, രക്തപ്രവാഹം കുറയുന്നു. പലർക്കും ഈ ഘട്ടത്തിൽ യാതൊരു ലക്ഷണവും ഉണ്ടാകണമെന്നില്ല. ഒരു ദിവസം ഈ പ്ലാക്ക് പൊട്ടുന്നു. ശരീരത്തിൽ അതൊരു മുറിവായി തിരിച്ചറിയുന്നു. ഉടൻ രക്തം കട്ടപിടിക്കാൻ പ്ലേറ്റ്ലെറ്റുകൾ അവിടെ എത്തുന്നു. എന്നാൽ ഈ രക്തക്കട്ട ആർട്ടറി പൂർണ്ണമായി അടച്ചുപൂട്ടാം. ഇനി ഹൃദയത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഓക്സിജൻ എത്തുന്നില്ല. ഇതാണ് ഹൃദയാഘാതം. ആദ്യ സെക്കൻഡുകൾ ഓക്സിജൻ വിതരണം പെട്ടെന്ന് നിൽക്കുന്നു. ഹൃദയകോശങ്ങൾ അടിയന്തര ഊർജ്ജ സംവിധാനം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അടുത്ത 5-10 മിനിറ്റ് ഓക്സിജൻ കുറയുന്നതിനാൽ കോശങ്ങൾ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഇത് നെഞ്ചുവേദനയ്ക്ക് കാരണമാകുന്നു. അടുത്ത 20-30 മിനിറ്റ് രക്തപ്രവാഹം പുനഃസ്ഥാപിക്കാത്ത പക്ഷം ഹൃദയപേശിയുടെ ഭാഗങ്ങൾ സ്ഥിരമായി കേടാകാൻ തുടങ്ങും. അടുത്ത 1 മണിക്കൂറിൽ കൂടുതൽ കോശങ്ങൾ മരിക്കുന്നു. ഹൃദയത്തിന്റെ പമ്പിംഗ് ശക്തി കുറയുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഹൃദയപേശിക്ക് സ്ഥിരമായ കേടുപാടുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് ടൈം ഈസ് മസിൽ. ചികിത്സ വൈകുന്ന ഓരോ മിനിറ്റും കൂടുതൽ ഹൃദയപേശി നഷ്ടപ്പെടാൻ ഇടയാക്കും. സാധാരണ ലക്ഷണങ്ങൾ: നെഞ്ചിന്റെ നടുവിൽ അമർത്തുന്ന പോലെ വേദന അല്ലെങ്കിൽ ഭാരമുള്ള അനുഭവം. വേദന ഇടത് കൈയിലേക്കോ 2 കൈകളിലേക്കോ തോളിലേക്കോ കഴുത്തിലേക്കോ താടിയിലേക്കോ പുറകിലേക്കോ പടരാം. ശ്വാസം മുട്ടൽ, തണുത്ത വിയർപ്പ്, തലചുറ്റൽ, ഓക്കാനം. ചിലരിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലും പ്രമേഹ രോഗികളിലും മുതിർന്നവരിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നെഞ്ചുവേദനയില്ലാതെ അസാധാരണമായ ക്ഷീണം, ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ പുറം വേദന മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. ആശുപത്രിയിലെത്തിയാൽ ഡോക്ടർമാർ ECG നടത്തി ഹൃദയത്തിന്റെ വൈദ്യുത പ്രവർത്തനം പരിശോധിക്കും. ട്രോപ്പോണിൻ എന്ന രക്തപരിശോധനയിലൂടെ ഹൃദയപേശിക്ക് കേടുപാടുണ്ടോ എന്ന് നോക്കും. ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാം നടത്തി അടഞ്ഞ ആർട്ടറി കണ്ടെത്തും. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെന്റും ഉപയോഗിച്ച് ആർട്ടറി തുറക്കുകയോ ചില സാഹചര്യങ്ങളിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയോ ചെയ്യും. ഹൃദയാഘാതം സംശയിക്കുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ അടിയന്തര മെഡിക്കൽ സഹായം വിളിക്കുക. വിശ്രമിക്കുക. ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തുക. സ്വന്തം വാഹനം ഓടിച്ചു പോകുന്നത് ഒഴിവാക്കുക. സാധ്യമെങ്കിൽ മറ്റൊരാൾ കൊണ്ടുപോകുക അല്ലെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കുക. ഡോക്ടറോ അടിയന്തര സേവനമോ നിർദ്ദേശിച്ചാൽ മാത്രമേ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ കഴിക്കാവൂ. എല്ലാവർക്കും അത് സുരക്ഷിതമല്ല. നമ്മുടെ ഹൃദയം ജീവിതം മുഴുവൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. പക്ഷേ അതിന് ഓക്സിജൻ എത്തിക്കുന്ന ഒരു ചെറിയ രക്തക്കുഴൽ അടയുമ്പോൾ ഓരോ മിനിറ്റും വിലപ്പെട്ടതാകുന്നു. ഹൃദയാഘാതം പെട്ടെന്ന് സംഭവിക്കുന്നതായി തോന്നിയാലും അതിൻ്റെ അടിസ്ഥാനം പലപ്പോഴും വർഷങ്ങളായി രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഭക്ഷണം, വ്യായാമം, പുകവലി ഒഴിവാക്കൽ, രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കൽ എന്നിവ ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. നെഞ്ചുവേദനയോ മറ്റ് മുന്നറിയിപ്പ് ലക്ഷണങ്ങളോ ഉണ്ടായാൽ വൈകാതെ ചികിത്സ തേടുന്നത് ജീവൻ രക്ഷിക്കാനും ഹൃദയത്തിന് സംഭവിക്കുന്ന കേടുപാടുകൾ കുറയ്ക്കാനും സഹായിക്കും. ഒരു ഹൃദയാഘാതം വെറും ഒരു നെഞ്ചുവേദന മാത്രമല്ല, അത് നമ്മുടെ ശരീരം അവസാന നിമിഷം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ഹൃദയം ഒരു ദിവസത്തിൽ ഏകദേശം 1,00,000 തവണ ഇടിക്കുന്നു. ഒരു ദിവസം പോലും അവധിയെടുക്കാതെ. വർഷങ്ങളോളം അത് നമ്മുടെ ജീവിതത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നാം അതിനെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു? അനാരോഗ്യകരമായ ഭക്ഷണം, വ്യായാമമില്ലായ്മ, പുകവലി, നിയന്ത്രിക്കാത്ത പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതമായ മാനസിക സമ്മർദ്ദം ഇവയൊക്കെയും നിശബ്ദമായി ഹൃദയത്തെ ബാധിച്ചു കൊണ്ടിരിക്കാം. ഓർക്കുക, ഹൃദയാഘാതം വന്നാൽ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. നെഞ്ചിൽ അസാധാരണമായ വേദനയോ ശ്വാസം മുട്ടലോ തണുത്ത വിയർപ്പോ പോലുള്ള ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ഉടൻ ചികിത്സ തേടുക. ശരിയായ സമയത്ത് ലഭിക്കുന്ന ചികിത്സ ഒരു ജീവൻ രക്ഷിക്കാം. നമ്മുടെ ഹൃദയം നമുക്ക് ജീവിതം നൽകുന്നു. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അടുത്ത ഡോക്യുമെന്ററിയിൽ മറ്റൊരു അത്ഭുതകരമായ ശാസ്ത്രരഹസ്യവുമായി വീണ്ടും കാണാം.